بشرناه بإسحاق نبيا من الصالحين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കളില്ലാതെ വിഷമിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മാഈൽ എന്ന പൊന്നുമോനെ നൽകുകയാണ്. വീണ്ടും അല്ലാഹു നൽകുകയാണ്, വബശറനാഹു ബിഇസ്ഹാഖ്. ഇസ്ഹാഖ് എന്ന പൊന്നുമോനെ കൊണ്ട് നാം സന്തോഷ വാർത്ത അറിയിച്ചില്ലയോ? നബിയം മിനസ് സാലിഹീൻ, സാലിഹായ നബിയാണ് സാലിഹായ മനുഷ്യനാണ് സയ്യിദുനാ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇങ്ങനെ അല്ലാഹു എല്ലാ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത് ഖുർആനിലുണ്ട്, വിവിധ ആയത്തുകൾ. ലൂത്ത് നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു പറയുന്നുണ്ട്, وأدخلناه في رحمتنا إنه من الصالحين. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായം സ്വർഗ്ഗരത അനുഗായികളായി നിലകൊണ്ടപ്പോ ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച് കളയുകയാണ്, ഉന്മൂലനം ചെയ്യുകയാണ്, ഇല്ലാതാക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം മലക്കുകളെ മനുഷ്യന്റെ രൂപത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുകയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ലൂത്ത് നബിയേ, നിങ്ങളുടെ സമൂഹം, നിങ്ങളുടെ സമുദായം നിങ്ങളെ കൊണ്ട് അവിശ്വസിക്കുകയും നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കുകയും ചെയ്തവരല്ലേ. ഈ നാട്ടിൽ സ്വർഗ്ഗരതി അനുരാഗികളായി മാറിയില്ലയോ? സ്ത്രീകൾ സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയില്ലോ? പുരുഷനുമായി സ്വർഗ്ഗരക അനുരാഗികളായി നിലകൊള്ളുന്നതായ അവസ്ഥാവിശേഷത്തിലേക്ക് മാറിയില്ലയോ? അല്ലാഹു ഈ സമൂഹത്തെ പരിപൂർണമായി നശിപ്പിക്കാൻ പോയാണ്. പെരിന്തൽമണ്ണയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, പരിശുദ്ധരാകുന്ന പ്രവാചകന്മാരുടെ സമുദായം ഈ മോശപ്പെട്ടതാകുന്ന ചെയ്തികളിലേക്ക് പോയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമുദായത്തെ പരിപൂർണമായി ഉന്മൂലനം ചെയ്യുകയാണ്. ആ സമുദായത്തെ നശിപ്പിച്ചു കളയാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഈ കാലഘട്ടത്തിലും അത്തരത്തിലുള്ളതാകുന്ന നീചവൃത്തങ്ങൾ ചെയ്യുന്നവർ സമൂഹത്തിലില്ലേ? ലോകാവസാനത്തിന്റെ അടയാളമായി അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയതല്ലയോ? മിൻഹാ നികാഹു റജുലി റജുലാ വ നികാഹുൽ മർഅതി അൽ മർഅതാ. ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് സ്ത്രീകൾ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പരസ്പരം സായുജ്യമണിഞ്ഞ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കണ്ടാൽ ലോകാവസാനമാണ്, അവസാനമാണ്. പുരുഷനുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വർഗ്ഗരക അനുരാഗികളായി നിലകൊള്ളുകയും പരസ്പരം സംതൃപ്തി അടയുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ, രണ്ടുപേരും വിവാഹ ജീവിതം കഴിക്കാൻ ലക്ഷ്യം വെക്കുന്ന അവസ്ഥയിലേക്ക് വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഇന്ന് കേരളത്തിൽ എത്രയാണ് അത്തരത്തിലുള്ള ജീവിതം നയിക്കുന്നതായ ആളുകൾ. കോഴിക്കോട് ജില്ലയിൽ തന്നെ അടുത്തിടെ മുസ്ലിമീങ്ങളാകുന്ന രണ്ട് സഹോദരിമാര്, +2 തലത്തിൽ പഠിക്കുന്നതായ രണ്ട് വിദ്യാർത്ഥിനികൾ, കോളേജ് തലത്തിൽ പഠിക്കുന്ന, കലാലയത്തിൽ പഠിക്കുന്ന കാലയളവിൽ തന്നെ ഹോസ്റ്റലിൽ വെച്ചുകൊണ്ട് പരസ്പരം ശാരീരികമായി ബന്ധപ്പെട്ട് കോവിഡിന്റെ കാലഘട്ടത്തിൽ ഒരിക്കലും ഇടപിരിയാനാവാത്ത വിധം ബന്ധം ഞങ്ങൾ വന്നുപോയി എന്ന് പരസ്പരം മനസ്സിലാക്കിയതിന്റെ പേരിൽ ഇരു കുടുംബങ്ങൾ എതിർത്തിട്ട് പോലും ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടേതാകുന്ന വിധി മാനിച്ച് ഞങ്ങൾക്ക് ഒരു അനുവദിക്കണേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അനുവാദം നൽകണേ എന്ന് അവർ ഹർജി നൽകിയില്ലയോ, പരാതി നൽകിയില്ലയോ? ആ നിലയ്ക്ക് അവർക്ക് അനുകൂലമായി വിധി വരെയും ഹൈക്കോടതിയുടെ വിധി പ്രകാരം രണ്ടുപേരും ഇന്നും ഒരുമിച്ച് തന്നെ ജീവിക്കുകയാണ്. മുസ്ലിമത്തായ സഹോദരിയാണ്, മുസ്ലിമത്തായ സഹോദരിമാരാണ്. അള്ളാഹുവിന്റെ ദീനധിഷ്ഠിതമാകുന്ന ജീവിതം നയിക്കുന്ന സാലിഹീങ്ങളാകുന്ന വ്യക്തികളാണവർ. അവർ ഖുർആൻ പഠിക്കാത്തവരല്ല, ദീൻ മനസ്സിലാക്കാത്തവരല്ല. പക്ഷേ പഠിച്ചിട്ട് പോലും അവരുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ പ്രഭ അല്ലാഹു പരിപൂർണമായി നൽകിയിട്ടില്ല. ഏത് മനുഷ്യനും എപ്പോഴും എവിടെ വെച്ചും അല്ലാഹു സലാഹിയത്ത് ഇല്ലാതാക്കാം. അവൻ്റെതാകുന്ന സാലിഹത്താകുന്ന പ്രവണതയെ അല്ലാഹു എടുത്തു കളയാം. ഹിദായത്ത് എന്ന മഹനീയമായ പ്രകാശം ഏത് വ്യക്തിയിൽ നിന്നും അല്ലാഹു അണച്ചു കളയാം. പരിശുദ്ധ പ്രവാചകർ വ്യക്തമായി പഠിപ്പിച്ചതായ സ്വർഗ്ഗരതി അനുരാഗികൾ നിങ്ങൾ ആകരുതേ എന്ന് ആണയിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാകുന്ന തലത്തിലേക്ക് ഇന്ന് നിലകൊള്ളുന്നത് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരല്ലേ, സഹോദരിമാരല്ലേ? നഊദു ബില്ലാഹ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നശിപ്പിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം
അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ അട്ടഹാസത്തോടുകൂടി ആ സമൂഹത്തെ അള്ളാഹു കീഴ്മേൽ മറിക്കുകയാണ്. ഭൂമിയെ താഴെ നിന്നെടുത്ത് മുകളിലേക്ക് കൊണ്ടുവന്ന് ഒരൊറ്റ അടിയിൽ അള്ളാഹു തകർത്ത് കളയുകയാണ്, നശിപ്പിച്ച് കളയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിനോട് പറയുകയാണ്, വഅദ്ഖൽനാഹു ഫീ റഹ്മതിനാ. നമ്മുടെ കാരുണ്യത്തിൽ ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിനെ നാം പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തെ നാം നശിപ്പിച്ചില്ല, അദ്ദേഹത്തെ നാം തൊട്ടില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഇന്നഹു മിനസ്സാലിഹീൻ, അദ്ദേഹം സാലിഹായ മനുഷ്യനാണ്. അഥവാ സാലിഹീങ്ങളായ ആളുകൾ മോശപ്പെട്ട സൊഡോമികളുടെ പ്രവർത്തനം അവർ ചെയ്യുകയില്ല, സ്വവർഗരതി അനുരാഗികളാകുകയില്ല. പുരുഷന്മാരുമായി ലൈംഗിക വീഴ്ച നടത്തുന്നുണ്ടോ? അവരൊരിക്കലും സാലിഹല്ല. സ്ത്രീകളുമായി ലൈംഗിക വീഴ്ച നടത്തിക്കൊണ്ട് സംതൃപ്തി അടയുന്നുണ്ടോ? ബാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും കോഴിക്കോടേക്കും മലപ്പുറം ജില്ലയിലെ വിവിധ കോളേജുകളിലേക്കുമൊക്കെ മക്കളെ വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞു വിടുന്നവരെ, ഹോസ്റ്റലിൽ പഠിക്കുന്നതായ മക്കൾ മോശപ്പെട്ട രതിക്രീഡയിലേക്ക്, മോശപ്പെട്ടതാകുന്ന ഇരുവൃത്തത്തിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണേ. ഇല്ലെങ്കിൽ അവരൊരിക്കലും സാലിഹീങ്ങളാവുകയില്ല.